നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അബി സാർ മെയിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ശരി. അബി മോളെവിടെ? മോളോ? എവിടെ? ഞാൻ അബിയോട് പറഞ്ഞിട്ടല്ലേ പോയത്. ഞാൻ നിന്നോട് പറഞ്ഞില്ല എനിക്കൊരു കോൾ വരുന്ന കാര്യം. എന്റെ കുഞ്ഞ് മോളെ, അബി മോളെ. അബി കുഞ്ഞാവെ എന്തായി നോക്കുന്നേ? എന്താ ചക്രേ? ചേച്ചി ചേച്ചി ഇതപ്പോ ഒന്നു ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. കുഞ്ഞിനെ കാണാതെ ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ഞാൻ കയറി വരുമ്പോ മോള് നല്ല കരച്ചിലായിരുന്നു. ഞാൻ എടുത്തപ്പോ ദേ കരച്ചിൽ നിന്നു. ഇല്ലേടാ? അബി എന്നെ വിളിച്ചു പറഞ്ഞിട്ടാ ഫോൺ ചെയ്യാൻ പോയത്. അതിനിടയ്ക്ക് ചേച്ചി വന്നു. ചേച്ചി സൂര്യപ്രഭയെന്ന് വരുന്നതാണോ? അതെ അബി. അവിടെ മാനസയുണ്ട് ഇപ്പോ. എങ്ങനെയുണ്ട്? രണ്ടുപേരുടെയും താമസമൊക്കെ ഓക്കെയാണോ? ഒറ്റയ്ക്ക് പറ്റുന്നില്ല ചേച്ചി. മോളൊന്നിനും സമ്മതിക്കുന്നില്ല. 5 മക്കളെ വളർത്തിയ അമ്മയ്ക്കപ്പോ അവാർഡ് കൊടുക്കണമല്ലോ, അല്ലേ അബി? അതെ ജി. സത്യം, ഞാനും അത് ചിന്തിച്ചതാ. ഭരത് നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് സൂര്യ വിളിച്ചു പറഞ്ഞബി. അവൻ ആളും മിടുക്കനയച്ചു. പെട്ടെന്നുള്ള ഈ സ്വഭാവമാറ്റം എന്താണെന്നാ മനസ്സിലാവാത്തത്. ഇന്ന് ഭരത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോയതൊക്കെ അബി ഭാമയോട് പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു ചേച്ചി. അതെന്തായാലും നന്നായി. ഇതൊക്കെ അമ്മയുടെ ക്ലാസ് ചേച്ചി. അമ്മയ്ക്ക് എങ്ങനെങ്കിലും ഭാവന ചേച്ചി ഒന്ന് മുട്ടുകുത്തിക്കണം, അത്രേ ഉള്ളൂ. ആന്റി എന്തോ കാണിക്കട്ടെ അബി, ഞാൻ ഇതിന് പ്രതികരിക്കാതിരുന്ന പോരെ? ചേച്ചി പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ചേച്ചി വല്ലതും കഴിച്ചോ? ഇല്ല, ഇന്ന് നിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാന്ന് കരുതി. ഓ ഓ ഓ എന്നാ വാ. വാ. അയ്യോ ഓ ഓ ഓ ഓ കരയില്ല കരയില്ല. അതെ, ശർമാജിയാണെന്നാ തോന്നുന്നത്. വാ. അല്ല, ജയ ഹോസ്പിറ്റലാണെന്ന കാര്യം ശർമാജി എങ്ങനെ അറിഞ്ഞു? അജയ, നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാണ്. ഞാനൊരു കാര്യത്തിന് ഇറങ്ങിയാൽ പിന്നെ ജയം കാണാതെ പിന്മാറുന്ന പ്രശ്നമില്ല. ഈ വീട്ടിൽ നിന്ന് ആരൊക്കെ എപ്പ പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. എന്നാലും ഒന്ന് വിളിച്ചിട്ട് വരുന്നതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട അജയ, ഞാൻ വന്ന കാര്യം പറയാം. ഇപ്പോ നിങ്ങൾ മാത്രമല്ലേ ഈ വീട്ടിലുള്ളൂ. ജയ നിർമ്മലയുടെ പേരിലുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. നമുക്കിനി അധികം സമയമില്ലെന്നറിയാലോ. അല്ല ശർമാജി, നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താ പോരായോ? ഇനി ആലോചിച്ചിട്ടിരുന്നാലേ മാനസ എന്നേക്കുമായി മറക്കേണ്ടി വരും. ഇപ്പോഴാവുമ്പോ ആരും അറിയാതെ കാര്യങ്ങൾ നടക്കും. അജയനല്ലേ പറഞ്ഞത് ജയ നിർമ്മലയുടെ അലമാരയുടെ താക്കോല് എവിടെയാണ് ഇരിക്കുന്നത് അറിയാമെന്ന്? പിന്നെന്തിനു മടി കാണിക്കണം? അല്ല, അത് ശരിയാ. മോളും കൂടെ വന്നിട്ട് നമുക്കൊന്ന് ആലോചിച്ചാ പോരായോ?
എന്താ എന്നെ പരീക്ഷിക്കുന്നതാണോ അതോ എന്നെ പരിഹസിക്കുന്നു? അയ്യോ അല്ല ശർമാജി, ഞാന് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാൻ പറയുന്ന പോലെ ചെയ്യ്. അറിയാലോ, സഹോദരി ഒപ്പിട്ട പത്രങ്ങളൊക്കെ എന്റെ കയ്യിലാ ഉള്ളത്. ശർമാജി, ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. ഇവിടെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് തന്നാലേ ഒടുവിൽ ഞങ്ങളെ പുറന്തള്ളൂ. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാലേ അക്കാര്യത്തിലൊരു സംശയം വേണ്ട. ചെയ്യുന്നത് തിരിമറിയാണെങ്കിലും ഞാൻ വിശ്വാസവഞ്ചന കാണിക്കാറില്ല. എന്നാ പിന്നെ നമുക്ക് നോക്കിയാലോ അജേട്ടാ? അജയന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടി സഹായിക്കാം. അത് വേണ്ട, അത് വേണ്ട, ഞങ്ങൾ പോയി നോക്കിക്കോളാം. എന്നാ വേഗാവട്ടെ. ഇതിനിടയിൽ സൂര്യങ്ങാനും വന്നാലേ ഞാൻ അജയന്റെ ഫ്രണ്ടാണെന്നും ദുബായിൽ നിന്ന് വന്നപ്പോ കാണാമെന്നേ പറയാവൂ. ശരി, ഓക്കെ. എന്നാ പിന്നെ ചെല്ല്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പ്രസീത, നീ മാനസമോളെ വിളിച്ചിട്ട് സൂര്യ കഴിഞ്ഞിട്ട് പുറപ്പെട്ടോ എന്ന് ചോദിക്കും. വെറുതെ ഒരു പുലിവാല് വേണ്ടല്ലോ. ശരി. പോ. എന്താ അമ്മേ? മോളെ, സൂര്യ എവിടെയുണ്ടോ? എന്തിനാ വിളിക്കണോ? വേണ്ട, സൂര്യ ഇങ്ങോട്ട് എങ്ങനെ വന്നിട്ടുണ്ടോന്ന് അറിയാൻ വിളിച്ചു ചോദിച്ചതാ. അതെന്താ അമ്മേ അങ്ങനെ ഒരു ചോദ്യം? അച്ഛനെന്തേ? മോളെ, അച്ഛൻ ഇവിടെ ശർമാജിയോട് സംസാരിച്ചോണ്ടിരിക്കുക. എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കുവാണേ. അമ്മേ, അവിടെ എന്താ പ്രശ്നം? ദേ, അച്ഛനോട് വെറുതെ ആവശ്യമില്ലാത്ത തലവേദന ഒന്നും ഉണ്ടാക്കി വെക്കല്ലേന്ന് പറയണം. പറയാം. ഞാൻ വയ്ക്കുകയാണേ. അജേട്ടാ, സൂര്യ എവിടെയുണ്ട്? അയ്യോ, രക്ഷപ്പെട്ടു. എന്നാ പിന്നെ വൈകിക്കണ്ട. വാ പ്രസീത, പോകാം. ഇതെവിടാണെന്നും പറഞ്ഞാ നമ്മൾ നോക്കുന്ന പ്രസീത. എന്തായാലും മിക്കവാറും ഡോക്യുമെന്റ്സ് എല്ലാം ജയയുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ എന്നാ എന്റെ പേടി. പേടിച്ചിരുന്ന കാര്യം നടക്കൂ. വേഗം നോക്ക്. നീ നോക്കടി. ഇല്ല. ഇതെന്തുവാ? കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് കാണിക്ക, നോക്കട്ടെ. ഓ അല്ല, ആരെങ്കിലും വരുന്നൊന്നും നോക്കി.